കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശി? കുറഞ്ഞോളും മോനെ, നിങ്ങൾ വയ്ക്കോ. മുത്തശ്ശി ഉറങ്ങിയിട്ടേ ഞാൻ പോണുള്ളൂ. വാ നന്ദൂട്ട, നിനക്ക് പരീക്ഷ വരാൻ പോണത്. ശ്രീജ ഒന്നിങ്ങോട്ട് വന്നേ. സ്വർണം പോയതിലുള്ള നിന്റെ സങ്കടമൊക്കെ എനിക്കറിയാം. നീ മുഖം മുറിഞ്ഞ് പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടാതെ പോയ പരിഗണന കൊണ്ടാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നിന്നോട് എനിക്കൊരു ദേഷ്യവുമില്ല മോളെ. നീ വെച്ചു വിളമ്പ് തരുന്നത് കൊണ്ടാ ഞാനിപ്പോഴും ജീവൻ നിലനിർത്തി പോണത്. മുത്തശ്ശി എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? വയ്യാണ്ട് കിടക്കുകയല്ലേ മോളെ. ജീവൻ എപ്പോഴാ പോണേന്ന് അറിയില്ലല്ലോ. മുത്തശ്ശി ഇപ്പൊ ഒന്നും മരിക്കത്തില്ല. മോൻ നന്നായി വരും. ഇത് നീ കഴുത്തിലിട്ടോ. എന്റെ ലച്ചുമോക്ക് കൊടുക്കാന്ന് കരുതിയിരുന്നതാ. ഞാൻ കണ്ടടയ്ക്കും മുമ്പ് അവൾ ഇനി ഇങ്ങോട്ട് വരില്ല. ഇനി എന്റെ കുട്ടിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. വാങ്ങിക്കോളൂ. സന്തോഷത്തോടെയാണ് ഞാൻ തരണത്. നീ എന്റെ നന്ദൂട്ടിന്റെ അമ്മയല്ലേ? ശ്രീചേട്ടത്തി, അത് വാങ്ങിക്കോ. മുത്തശ്ശി എന്നാ ചെല്ലേ, ഞാനൊന്ന് കിടക്കട്ടെ. വാ. അർജുനെ, എടാ അർജുൻ, നരേന്ദ്രനെ തള്ളയുടെ മുറിയുടെ മുന്നിൽ നിന്നെയും കാത്തു നിൽക്കുക. ചെല്ല്, എല്ലാരും ഉറങ്ങി. ഞാൻ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. സൂക്ഷിച്ചു. അളിയാ, ശ്രീജയും കുഞ്ഞോട്ടിനും ഉറങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. വിരലടിയാലും വിരതെ നോക്കണം. ശബ്ദം ഉണ്ടാവാനും പാടില്ല. പാതി ഉയരു പോയി കിടക്കാതള്ള. പണി എളുപ്പത്തിൽ കഴിയും. അളിയമ്പാ. അർജുനേട്ടൻ പാതിരാത്രി എണീറ്റ് എങ്ങോട്ട് പോയി? എവിടെ പോയി? ശ്രീചേട്ടത്തി ഇതുവരെ കിടന്നില്ലേ? ഉറങ്ങിയതാ. ഉണർന്നപ്പോ അർജുനേട്ടനെ കാണുന്നില്ല. അർജുനേട്ടനോടെ പോയി അറിയില്ല. വാ, നമുക്ക് നോക്കാം. അർജുനേട്ടാ, ദൈവമേ, എല്ലാം നശിച്ചു. മോശങ്ങൾക്ക് വരാൻ കൊണ്ട് സമയം. അർജുനേട്ടാ, ഇനി മുത്തശ്ശി നോക്കാൻ പോയതാണോ? മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ, അവിടെ ഒന്ന് നോക്കട്ടെ. വാ. ദൈവമേ,
അർജുനേട്ടാ എടാ ആരോ വരുന്നുണ്ട്. അർജുനേട്ട എന്തേ നോക്കുന്നത്? ഗ്യാസിന്റെ മരുന്നും എവിടെ വെച്ചിരിക്കുന്നേ? അമ്മ ഗ്യാസ് കയറി പടയാ. അത് ഞാൻ എടുത്തു തരാം. പെട്ടെന്നാവട്ടെ. എന്തൊരു ഓർക്കോടി നിനക്ക്? അമ്മ വാവിട്ട് വിളിക്കുന്നത് കേട്ട ഭാവം നടിക്കാത്തെന്താ? സത്യമായിട്ടും ഞാൻ കേട്ടില്ല. കേട്ടാലും നീ അനങ്ങത്തില്ലല്ലോ. ദാ, എടാ നിന്റെ അമ്മയ്ക്കാടാ, കൊണ്ടുപോയി കൊടുക്ക്. നീ ചെല്ല്. പണി പാളിയെന്ന് തോന്നുന്നു. തൽക്കാലം പോവാം. അയ്യോ എനിക്ക് വയ്യേ. ഒന്നിങ്ങോട്ട് വരാൻ ആരും ഇല്ല ഇവിടെ. അമ്മേ, അമ്മ എന്താ പറ്റി? മരുന്നുണ്ടെങ്കിൽ താളാ ദുഷ്ട. ആ ഗ്ലാസ് കിടക്ക്. ഇത് കണ്ടിട്ട് നീ എങ്ങോട്ടാടാ പോയത്? അതിന് മരുന്ന് കണ്ടുപിടിക്കണ്ടേ അമ്മേ? കൊടുക്ക്. അയ്യോ ഉരുണ്ട് കേറുന്ന്. അത് മതി. എടി നന്ദി കെട്ടവളെ, നോക്കി നിക്കുന്ന കണ്ടില്ലേ അവള്? എന്റെ അമ്മോ ഉരുണ്ട് കേറി വരുന്നേ. പോടി മുമ്പിന്ന്. അമ്മേ, ചാവാൻ കിടന്ന ഒരു തുള്ളി വെള്ളം തരില്ല. അമ്മ ഇത് കുടിക്കേ. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ. പിടിക്കടാ. മാറും അമ്മേ. അമ്മ ഒന്ന് സമാധാനത്തോടെ കിടക്ക്. ഒന്ന് പോടാ അവിടുന്ന്. നട്ടപ്പാതിരക്ക് അവന്റെ ഒരു ഉപദേശം. അയ്യോ എടി പോയി കിടന്ന് ഉറങ്ങടി, വായി നോക്കി നിൽക്കാതെ. ചെല്ല്. നീ ചെല്ല്. എടാ ഇത് ഗ്യാസിന്റെ മരുന്ന് തന്നെയാണോടാ? അമ്മ പേടിക്കണ്ട. നരേന്ദ്രൻ എവിടെടാ? അവന്റെ ഒച്ചയൊന്നും കേട്ടില്ല. അളിയൻ ഒളിച്ചിരിക്കുക. എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കേണ്ടതായിരുന്നു. ആ നേരത്തെ എഴുന്നേറ്റ് വന്ന കുഞ്ഞൂട്ടനും ശ്രീജയും മുടിഞ്ഞു പോത്തേ ഉള്ളൂ. അമ്മ സമാധാനപ്പെട്. വിളിക്കുന്നതിന് മുമ്പ് സംഗതി നടന്നിരിക്കും. ഉറപ്പാ. ഞാൻ വന്നൊട്ടിയവനാണല്ലേ? അമ്മു, എന്തു പറ്റി? സ്വപ്നം വല്ലതും കണ്ടോ? എന്ത് സ്വപ്നം കണ്ടേ? അത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പേടിക്കണ്ടാട്ടോ, അതൊരു സ്വപ്നമല്ലേ അമ്മു. മറന്നു കളഞ്ഞേക്ക്. വെള്ളം വല്ലതും വേണോ? വേണ്ട ചേച്ചി. ദൈവത്തെ പ്രാർത്ഥിച്ചു കിടന്നു, പിന്നെ ദുസ്വപ്നം ഒന്നും കാണത്തില്ല. നാളെ എനിക്ക് ക്ഷേത്രത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കണം ചേച്ചി. അതിനെന്താ, പൊയ്ക്കോ. ഇപ്പൊ ഉറങ്ങിക്കോ. കിടന്നു.
ഞങ്ങളുടെ അമ്മ പോയേ. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല. മുത്തശ്ശി മുത്തശ്ശി ഇതിനായിരുന്നു എന്നോട് സ്നേഹം കാണിച്ചത്. അയ്യോ, എന്റെ അമ്മ പോയേ. ആ മുത്തശ്ശി മരിച്ചുപോയി കേട്ടോ. മുത്തശ്ശിക്ക് എന്താ അമ്മേ? മുത്തശ്ശി നമ്മളെ വിട്ടുപോയി മോനെ. മുത്തശ്ശിയല്ലേ ഈ കിടക്കുന്നത്? മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശി മരിച്ചിട്ടില്ല അമ്മേ. നമ്മുടെ മുത്തശ്ശി മരിച്ചുപോയി നന്ദൂട്ട. നമ്മുടെ മുത്തശ്ശി പോയി. മുത്തശ്ശി മുത്തശ്ശി കണ്ണൂർക്ക് മുത്തശ്ശി. മുത്തശ്ശി പോയാൽ ലച്ചുവിനെ കാണണ്ടേ? ഇടി, നീ ഇവനെ പിടിച്ചോണ്ട് പോടി. മുത്തശ്ശി ലച്ചു വന്ന മുത്തശ്ശി കാണാതെ വിഷമിക്കൂലേ? കണ്ണൂർക്ക് മുത്തശ്ശി. ഞാൻ വിളിച്ച മുത്തശ്ശി എനിക്കും അമ്മേ. മുത്തശ്ശി 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 ചെല്ലുമോനെ, ഞാൻ വിളിച്ചോളാം. എണീക്കടാ. മുത്തശ്ശി മുത്തശ്ശി മോനെ മുത്തശ്ശി മുത്തശ്ശി നമ്മളെ വിട്ടുപോയി മോനെ. ലച്ചുവിനെ വിവരം അറിയിക്കണ്ടേ കുഞ്ഞൂട്ട? മരണ വീടല്ലേ, നരേന്ദ്രനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണ് വന്നൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അല്ലേലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. യശോദേ, എന്റെ അമ്മ പോയടി. എന്റെ അമ്മ എന്നെ മരുമോളായിട്ടല്ല കണ്ടത്, മോളായിട്ട്. എന്താ സംഭവിച്ചത്? രാത്രിയിൽ ശ്വാസം മുട്ടൽ കൂടി കുഞ്ഞൂട്ടൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തതാ. രാത്രി മുഴുവൻ അവൻ കൂട്ടിരുന്ന്. രാവിലെ അവൻ വിളിച്ചപ്പോ അനക്കമില്ല. നല്ല മരണമാണ്. ഞങ്ങൾക്ക് പോയില്ലേടി. കുഞ്ഞൂട്ടേട്ടൻ അമ്മുന്റെ ഭാഗ്യയിലേതോ ഏട്ടനാ. എന്തേലും അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താതെ വിളിക്കില്ലല്ലോ. ഹലോ മോളെ, നമ്മുടെ മുത്തശ്ശി നമ്മളെ വിട്ടുപോയി മോളെ. ഇന്നലെ രാത്രിയാ മുത്തശ്ശി പോയത്. മോള് വരണേ, മുത്തശ്ശിയെ അവസാനമായിട്ടൊന്ന് മോക്ക് കാണണ്ടേ? വരാൻ കുഞ്ഞുട്ടേട്ടാ. അച്ഛാ 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 അച്ഛാ. എന്താ മോളെ? അമ്മുവിന്റെ മുത്തശ്ശി മരിച്ചു. ഇപ്പോ അവളുടെ ഒരു ഏട്ടൻ വിളിച്ചു പറഞ്ഞു. ആ പെണ്ണ് അമ്പലത്തിലേക്ക് പോയിരിക്കേ. ഇന്നലെ രാത്രി അവൾ മുത്തശ്ശിന്നും പറഞ്ഞ് ഞെട്ടി ഉണർന്നതാ. മുത്തശ്ശിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ അവൾ. മുത്തശ്ശിക്ക് എന്തോ ആപത്ത് പറ്റാൻ പോവാന്ന് പറഞ്ഞ് കരയും ചെയ്തു. അതിശയമായിരിക്കുന്നല്ലോ. നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരു കുട്ടിയല്ല അമ്മു. ഇനിയിപ്പോ അങ്ങനെ ആയിക്കോ. മരിച്ചത് ബന്ധുവായ നിലയ്ക്ക് ആ പെണ്ണ് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. ഇനിയിപ്പോ അതിന്റെ പാപദോഷം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. മോള് വാ, അവള് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താം. വാ. വിവാഹ നിശ്ചയത്തിൽ നിന്ന് ആ പെണ്ണ് ഒഴിവായി കിട്ടാൻ ഒരു കാരണമായി. എന്റെ ദേവി, കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. ഒഴിഞ്ഞു മാറാതെ കൂടെ വന്നേ. വാ. പൂജയ്ക്ക് വേണ്ടതൊക്കെ അമ്മ ചെയ്യേ. 1-2 എമർജൻസി കോൾ ചെയ്തിട്ട് ഞാൻ എത്തിക്കോളാം. വേഗം വന്നേക്കണേ.
ലച്ചു, ലച്ചു, നീ ഈ സിറ്റി തന്നെ ഉണ്ടായിരുന്നോ? എവിടെയാ നീ കഴിയുന്ന? എന്റെ സമാധാനത്തിന് ലച്ചു എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ അമ്മയും കൊണ്ട് ഇവിടെ വന്നതാ. ദൈവമേ, അദ്ദേഹത്തിന്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. ഈ പരിസരത്താണോ നീ താമസിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ലച്ചു, ഹേയ്, ഇവളെന്താ ഈ കാണിക്കുന്ന? എന്നെ കാണുമ്പോ ഇവളെന്തിനാ ഇങ്ങനെ ഓടി വിളിക്കുന്ന? അവളെ കണ്ടെത്തി വിവരങ്ങൾ അറിഞ്ഞേ തീരൂ. അമ്മ വീട്ടിൽ നിന്നിറങ്ങിയ സമയം വെച്ച് നോക്കിയാ ക്ഷേത്രത്തിൽ എത്താനാ സാധ്യത. അവളോട് ഈ വിവരം ഞാൻ എങ്ങനെ പറയൂ അച്ഛാ? അവൾക്കാകെ ഉണ്ടായിരുന്നത് മുത്തശ്ശിയാ. മുത്തശ്ശിയെ കുറിച്ച് മാത്രമേ അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അച്ഛനും അമ്മയും കണ്ട ഓർമ്മ അവൾക്കില്ല. മുത്തശ്ശി അവളെ വളർത്തിയത്. അച്ഛനും അമ്മയും ഈ ലോകവും അവൾക്ക് മുത്തശ്ശിയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? മരണത്തെ തടയാൻ ആർക്കും കഴിയില്ല. കേട്ടിട്ട് മുത്തശ്ശിക്ക് നല്ല പ്രായം കാണും. അവളുടെ കൂടെ നമുക്കും പോണോ അച്ഛാ? അവളുടെ മുത്തശ്ശി എന്റെ മുത്തശ്ശിയാ. കാഞ്ചന അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞ നിന്റെ വിവാഹ നിശ്ചയം. നാളെ മുതൽ അതിന്റെ തിരക്കാവില്ലേ മോളെ? അമ്മുവിനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ തനിച്ചയക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കൂടെ ആരെങ്കിലും വേണ്ടേ? മോള് പറയുന്നത് ശരിയാ. നമ്മുടെ അവസ്ഥ മറ്റൊന്നല്ലേ മോളെ? അച്ഛൻ ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അച്ഛാ? അമ്മുവിന്റെ കൂടെ എനിക്കും പോയേ പറ്റൂ. അച്ഛൻ നിരക്കാണെ വരണ്ട. അമ്മുവിനെ അവിടെ നിർത്തിയിട്ട് വരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ എൻഗേജ്മെന്റിന് എന്റെ കൂടെ അമ്മു ഉണ്ടാവണം. ഫോണും കൊണ്ട് എങ്ങോട്ട് പോയി? എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവന്റെ പേരിലുള്ള പൂജയാ. ക്ഷേത്രത്തിൽ വരുമ്പോഴെങ്കിലും ആ ഫോണൊന്നും സ്വിച്ച് ഓഫ് ചെയ്യില്ല. അദ്ദേഹം അമ്മയും പോകുന്നത് വരെ ഇവിടെ നിൽക്കാം. ഇത് എന്താ അത്ഭുത ദൈവമേ! മൈലാഞ്ചി ചുവന്നപ്പോ അദ്ദേഹം മുന്നിൽ വന്നു. ചേച്ചിയുടെ ആണ് സർപ്രൈസ് കൊടുത്തതുപോലെയായി എന്റെ കാര്യവും. ലക്ഷ്മി,